ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന, മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. അല്ലാഹുവേ മദീനയിൽ ചെല്ലണം, ഹബീബായ തങ്ങളോടൊന്ന് സലാം പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നോ, മദീനയിലേക്ക് പോകാൻ സാധിച്ചില്ലെന്നോ, ഒരു 50,000 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെന്നോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്ന സമ്പത്തിലെ 1,000 രൂപ എല്ലാ മാസവും എടുത്തു വച്ചിരുന്നുവെങ്കിൽ, ഒരു സംഖ്യ അതിനു വേണ്ടി സ്വരൂപിച്ചിരുന്നുവെങ്കിൽ ഒന്ന് മദീനയിൽ പോകാമായിരുന്നില്ലേ? മദീന ലോകത്തെ ഏറ്റവും പുണ്യമേറിയ നാട്. മൻസാറനി മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ. മനമറിഞ്ഞ് നല്ല മനസ്സോടെ, നല്ല ഖൽബോടെ, നല്ല ഹൃദയത്തോടെ ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹി തങ്ങളുണ്ട്, എന്റെ റസൂലുള്ള എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടെ ഒരാള് മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ അവര് നാളെ മഹ്ശറാവൻ സഭയിലെത്തുമ്പോ എന്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ മദീനയിലേക്ക് പോകാനുള്ള കൊതിയില്ലാത്തത്? എത്രയായിരം രൂപയുടെ വസ്ത്രങ്ങളാണ് വാങ്ങുന്നത്, എത്രയായിരം പണങ്ങളാണ് പലതിനു വേണ്ടും ചെലവഴിക്കുന്നത്. ഒന്ന് മദീനയിലേക്ക് പോകണം. ലോകത്തെ ഏറ്റവും വലിയ പുണ്യമേറിയ നാട്. ആ നാട്ടിൽ വെച്ച് മരിക്കാനാണ് നമ്മൾ കൊതിക്കേണ്ടത്. മദീനയിൽ വെച്ച് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിലെ നമ്മൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ഒരേ ഒരു മണ്ണാണ്, തുർബത്തുൽ മദീന. അത് മദീനയുടെ മണ്ണാണ്. മദനീയം എന്ന പരിപാടി മനസ്സുകളെ, ഹൃദയങ്ങളെ മദീനയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ മജ്ലിസാണ്. ഹൃദയം മദീനയിലേക്ക് മടങ്ങണം. മദീനയാണ് അഭയകേന്ദ്രം, മദീനയാണ് സ്വർഗം, മദീനയാണ് എല്ലാം എല്ലാം എല്ലാം. മദീന. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ പരിശുദ്ധമായ, ആ പവിത്രമായ മണ്ണിൽ ചവിട്ടാനും അവിടെ എത്താനും ഹബീബായ തങ്ങളോട് മനസ്സറിഞ്ഞ് സലാം പറയാനും ആ ഹബീബായ തങ്ങൾ സ്വീകരിക്കുന്ന ഒരു സിയാറത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റ് ചെയ്ത മനുഷ്യനാണോ, പാപം ചെയ്തവനാണോ, നിസ്കാരം ഇതാ വിന്നിംഗ് സിക്സ്, വീണ്ടും വിന്നിംഗ് സിക്സ്, പിന്നെയും വിന്നിംഗ് സിക്സ് എന്നിയവനാണോ,
സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചവനാണോ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അതിക്രമം കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നബിയെ അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരണം, മദീനയിലേക്ക് പോകണം. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, ഓ നബിയെ അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ, അവര് നിങ്ങളുടെ സമീപത്തേക്ക് വരട്ടെ. എന്നിട്ട് അവർ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടട്ടെ. ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അവർക്ക് വേണ്ടി മുത്തു റസൂൽ റെക്കമെൻഡ് ചെയ്യട്ടെ. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമേ. തെറ്റ് ചെയ്തയാള് മദീനയിലേക്ക് പോകണം. മുത്തു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെത്തിയിട്ട് പൊട്ടിക്കരയണം, കണ്ണിലൂടെ കണ്ണുനീരുകൾ വാർക്കണം. മദീന, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീന്റെ രൂക്ക് പോരാ, അല്ലാഹു നമ്മളെ മദീനയിലെത്തിക്കട്ടെ. മദീനയിലെത്തി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരു സിയാറത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല ഒരു യാത്ര അത് മദീനയിലേക്കുള്ള യാത്രയാണ്. മക്കളെയും ഭാര്യയെയും കുടുംബങ്ങളെയും ഒക്കെ കൂട്ടി യാത്ര പോകാൻ പറ്റിയ ഏറ്റവും നല്ല നാട് അത് മദീനയാണ്. മദീനയിലേക്ക് പോകണം, കുടുംബസമേതം പോകണം, ഭാര്യയെയും കൂട്ടി പോകണം. ആ മദീന വല്ലാത്ത നാട്. അല്ലാഹ് നമുക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീനയിലെത്താതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. മദീനയിൽ ചെന്നിട്ട് അതോടെ ചൊല്ലണേ. മദീന ഒരു സാധാരണ ടൂർ പോലെ നമ്മൾ കാണരുത്. ഞാൻ പോകുന്നത് എന്റെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്കാണ്. മൻസാറനി ബഅദ വഫാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി, ജീവിതകാലത്ത് എന്നെ സന്ദർശിക്കും പോലെയാണ് എന്റെ വഫാത്തിന്റെ ശേഷം എന്നെ സന്ദർശിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷവും ചെല്ലുമ്പോ അതോടെ ചൊല്ലണം. ഒരു കയ്യിൽ മൊബൈൽ ഇല്ല, വീഡിയോകളൊക്കെ ഇങ്ങനെ പിടിക്കുക. മുത്തു റസൂലുള്ളാഹിനോട് സലാം പറയുമ്പോ ഈ സലാം പറയാൻ പോകുന്നത് മൊബൈൽ പിടിക്കാനാ? ആളുകളെ ഈ അദബ് കേട് കാണിക്കാനാ? അഊദു ബില്ലാഹ്. അല്ല, അതബോടെ പോകണ്ടേ. എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്. ജീവിതകാലത്ത് സ്വഹാബത്ത് എത്രമാത്രം ആ ഹദ്റത്തിൽ ആ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയാൽ ഒരു ചെറിയ സൂചി വീഴുന്ന ശബ്ദം പോലും ആ സദസ്സിൽ കേൾക്കുമായിരുന്നു. അത്രയും നിശബ്ദമായിരുന്നു ആ സദസ്സ്. മാഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിൽ ചെല്ലണം, നല്ല അതബോടുകൂടെ മദീനയിൽ ചെല്ലണം. എന്റെ റസൂലല്ലാഹ് ഒരു ചുമരിന്റെ അപ്പുറത്ത് ഉണ്ട്, എന്നെ കാണുന്നുണ്ട്. ഒരു രോമത്തിന് പോലും ഒരു പോറൽ സംഭവിച്ചിട്ടില്ല. ഒരു ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടില്ല. എന്റെ റസൂലുള്ള എങ്ങനെയാണോ വഫാത്തായത് അതുപോലെ ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹി തങ്ങളുണ്ട്. ആ ബോധത്തോടെ ആ ചിന്തയോടെ നമ്മൾ മദീനയിൽ ചെല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഒരു സ്വഹാബി സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഓടുകയാണ്. മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്.
അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ കഴിയുന്നു. മുത്തു റസൂലുള്ളാഹിന്റെ സദസ്സ് വല്ലാത്ത സദസ്സല്ലേ. ഒരു ഭാഗത്ത് അബൂബക്കർ തങ്ങളുണ്ട്, ഒരു ഭാഗത്ത് ഉമർ തങ്ങളുണ്ട്, സ്വഹാബത്ത് മുഴുവനുമുണ്ട്. ആ സ്വഹാബത്തിന്റെ ഇടയിൽ എന്നും സദസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു സ്വഹാബിയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയെ കാണാനില്ല. 1, 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിച്ചു, എവിടെ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ എവിടെ, എന്റെ സാബിത്ത് എവിടെ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുറെ ദിവസമായി വന്നിട്ട്. ആളെ പറഞ്ഞേക്കുകയാണ് വീട്ടിലേക്ക്. നോക്കുമ്പോ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. അനമിൻ അഹ്ലിന്നാർ, അനമിൻ അഹ്ലിന്നാർ, അനമിൻ അഹ്ലിന്നാർ. ഞാൻ നരകാവകാശിയാണ്, നരകാവകാശിയാണ് എന്ന് പറഞ്ഞ് സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ കരയുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു, സാബിത്തേ, എന്തിനാണ് കരയുന്നത്? ഞാൻ നരകത്തിലാണ്, ഞാൻ നരകത്തിലാണ്. കാര്യം പറയൂ സാബിത്തേ. ഇല്ല ഇല്ല, എനിക്ക് എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഇനി വരാൻ കഴിയൂല സ്വഹാബ. എന്താണ് കാരണം പറയൂ? ആയത്തിറങ്ങിയത് ഓർമ്മയില്ലേ ഉമർ തങ്ങളെ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. ആയത്തിറങ്ങിയത് ഓർമ്മയില്ലയോ സ്വഹാബ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ, നിങ്ങൾ ഉയർത്തരുത്, അസ്വാതകും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്. ആരുടെ അടുക്കല്? ആരുടെ അടുക്കലാണ് ശബ്ദം ഉയർത്താൻ പാടില്ലാത്തത്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. റസൂലുള്ളാഹിന്റെ മുന്നിലെ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ. നിങ്ങളിൽ ചിലരോട് നിങ്ങൾ ഉറക്കെ സംസാരിക്കും പോലെ മുത്തു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെ നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ, നിങ്ങളെ ശബ്ദമെടുത്തുകൂടാ. നിങ്ങളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമേ. നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ്, നോറ്റ നോമ്പ് വെറുതെയാണ്, കൊടുത്ത സ്വതക്ക വെറുതെയാണ്. ഒരു അമല് പോലും അല്ലാഹ് സ്വീകരിക്കൂല. സീറോ, പട്ട സീറോ, പൂജ്യമായി മാറും. എല്ലാം ബാത്തിലാകും. നിസ്കരിച്ച നിസ്കാരം ബാത്തിലാകും, നോറ്റ നോമ്പ് ബാത്തിലാകും, കൊടുത്ത സ്വതക്ക ബാത്തിലാകും, സകാത്ത് ബാത്തിലാകും, നിസ്കരിച്ച സുന്നത്തുകൾ ബാത്തിലാകും. സർവ്വ അമലും പൊളിഞ്ഞു പോകും. ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. റസൂലുള്ളാഹിന്റെ മുന്നിൽ അദബ് കേട് കാണിക്കരുത്. മറ്റുള്ളവരോട് സംസാരിക്കും പോലെ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അത് വഫാത്തിന്റെ മുമ്പും വഫാത്തിന്റെ ശേഷവും തദൈവേ. വഫാത്തിന്റെ മുമ്പ് ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, വഫാത്തിന്റെ ശേഷം സംസാരിക്കാം എന്നൊന്നുമില്ല. ഈ ആയത്ത് മദീനയിലെ റൗള ശരീഫിന്റെ അകത്തളങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഉയർത്തി പോകരുത്. ശബ്ദം ഉയർത്തി പോകാൻ പാടില്ലെങ്കിൽ പിന്നെ ഒന്നും പാടില്ല. അനാവശ്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, വൃത്തികേടുകളിലേക്ക് കണ്ണുകൾ ഓടാൻ പാടില്ല, ഹറാമുകൾ ചെയ്യാൻ പാടില്ല. അഊദു ബില്ലാഹ്. വളരെ അതപോടെ മദീനയിലേക്ക് പോകണം. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ശബ്ദം ഒന്ന് ഉയർന്നു പോകുന്ന ശബ്ദമാണ്. അങ്ങനെ ഉണ്ടാവും ചിലര്
ചിലരുടെ ശബ്ദം ഉയർന്നിട്ടാണ് മിണ്ടുമ്പോ സംസാരിക്കുമ്പോ അവരുടെ ശബ്ദം അറിയാതെ ഉയർന്നു പോകും. അത് അവരെ കുഴപ്പമില്ല, അത് അവരുടെ ഖിൽഖിയ, അവരുടെ मैं वीकेंड एंजॉय कर रहा था कि मेरे पास एक അത് അവരുടെ ഖിൽഖിയ, അവരുടെ ശരീര പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ, അവർക്ക് മെല്ലെ സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്വഹാബിയായിരുന്നു സാബിത്ത് ബിൻ ഖൈസ്. അതുകൊണ്ടാ ബേജാർ. ഞാൻ മുത്തു റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോ എന്റെ ശബ്ദം ഉയർന്നു പോയല്ലോ. അതുകൊണ്ട് അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി ഉമർ തങ്ങൾ വേദന പറഞ്ഞു, നബിയെ വരുന്നില്ല. സാബിത്ത് ബിൻ ഖൈസ് തങ്ങൾ പൊട്ടി കരയുകയാണ്. അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകാവകാശിയാണ് എന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല ഹുവ മിൻ അഹ്ലിൽ ജന്ന. സാബിത്ത് ബിൻ ഖൈസ് തങ്ങളെ സ്വർഗ്ഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല അദബാണ് ജീവിതത്തിൽ. മദീനയിലേക്ക് പോകണം, അദബോടുകൂടെ പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ അവസാനം മരണം ഖൈറാകുമ്പോ മദീനയിലെത്തി മരിക്കണം. എന്തായാലും മരിക്കും. ഈ ചെണ്ടയാടെ ഖബർസ്ഥാനിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കേണ്ടി വരും, എവിടെയെങ്കിലും ഒന്ന് കിടക്കേണ്ടി വരും. പക്ഷെ ആ കിടക്കുന്നത് മദീനയിലായാൽ, ആ മണ്ണുമായി ടച്ച് ചെയ്താൽ മാഷാ അല്ലാഹ് എന്തൊരു റാഹത്താണ്. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ ആഗ്രഹിച്ചു, ഞാൻ മരിച്ചാൽ മദീനയിൽ വെച്ച് മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറ് മുത്തു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വേണം. ആ മുത്തു റസൂലുള്ളാഹിന്റെ ശരീരം അത് ഏറ്റവും പുണ്യമേറിയ മണ്ണാണ്. അതിനേക്കാളും നല്ലൊരു സ്ഥലം വേറെയില്ല. ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും പുണ്യമേറിയ സ്ഥലം, കഅബ ശരീഫ് നിൽക്കുന്ന ആ സ്ഥലത്തെക്കാളും പുണ്യമേറിയ സ്ഥലം അത് മുത്തു റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ ആ മണ്ണാണ്. അതിനോളം ബഹുമാനവും ആദരവുമുള്ള ഒരു മണ്ണ് വേറെയില്ല. അത്രമാത്രം വലിയ പുണ്യമേറിയ മണ്ണാണ്. ആ മണ്ണിൽ ശരീരം തട്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞുള്ള ആമീനെ എപ്പോഴാ അള്ളാഹ് സ്വീകരിക്കാൻ അറിയില്ല. മരിക്കുന്ന സമയത്ത് അവിടെ എത്തും. അള്ളാഹു അവിടെ വെച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെ നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞാല് നമ്മൾ ആഗ്രഹിച്ചാ പോരെ, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം